ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ ഒരു അറിവിലേക്കുള്ള ഒരു ചെറിയൊരു റിക്വസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ്റെ സമയത്ത് പ്രൈവറ്റ് ബസ്സുകളുടെ ഒരു അപാകത നമ്മൾ നല്ലോണം കാണാനിടയായി. ഒരുപാട് യാത്രക്കാർ വെയിലെത്തിരുന്നിട്ട് വേർക്കുന്ന ബുദ്ധിമുട്ടും നമ്മൾ കാണാനിടയായി. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഗ്യാപ്പിലൊക്കെ ബസ്സുകൾ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ്റെ ഒരു ചുറ്റുപാടിൽ ഒരാഴ്ചത്തോളം ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് ഗ്യാപ്പിലൊക്കെ ബസ് വരുന്നതുകൊണ്ട് ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾ, സ്ത്രീകൾ, കുട്ടികളടക്കം സ്കൂളിൽ പോകുന്നവർ, ഓഫീസിൽ പോകുന്നവർക്കടക്കം ബസ് കിട്ടാതെ ബുദ്ധിമുട്ടി ഡിലേ ആവുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാനിടയായി. സാർ ഒരു തവണ പറയാനിടയായി, പ്രൈവറ്റ് വണ്ടിക്കാർ പണിമുടക്കിയാലും KSRTC 500-600 ബസ്സുകൾ യാർഡിലുണ്ടെന്ന്. ഈ ബസ്സുകൾ ഞങ്ങൾ കണ്ടില്ല. പക്ഷേ നമ്മൾ കണ്ട ബസ്സുകൾ ഫാസ്റ്റ് പാസഞ്ചറും വലിയ വലിയ എമൗണ്ട് കൊടുത്തുകൊണ്ടാണ് പല യാത്രക്കാരും യാത്ര ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞതിൽ വളരെ ദുഃഖം പ്രചരിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ചെറിയ പൈസയിലേക്ക് പ്രൈവറ്റ് ബസ് ഓടുന്ന സമയത്ത് ഇത്രയും ആളുകളെ നടു റൂട്ടിൽ വെയിറ്റ് ചെയ്തിച്ച് വെയിൽ കൊണ്ട് നിർത്തുന്ന സാഹചര്യവും അവരൊക്കെ അമിത പൈസ ഈടാക്കുന്നതായിട്ടും കാണാനിടയായി. ഇത് കേവലം ഗതാഗത മന്ത്രിയെയോ അദ്ദേഹത്തിൻ്റെ നിയമത്തെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയല്ല. ഇത് നിയമനിർമ്മാണത്തിൽ ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്യരുത്. നിയമങ്ങൾ വിപുലീകരിക്കണം. കൂടെ അതാത് മേഖലയിൽ ജോലി ചെയ്യുന്ന മുതലാളിമാരെയും അതിലെ ജോലിക്കാരെയും അവരൊക്കെ പരിഗണിച്ചിട്ട് വേണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രൈവറ്റ് ബസ് ഒരു പക്ഷേ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു ഇലക്ഷൻ കൊണ്ട് നമ്മൾ പല വാഹനങ്ങളും ഇലക്ഷൻ റൂട്ടിലായത് കാരണം പല റൂട്ടിലേക്കും ബസ് ഓടാൻ പറ്റാതെ ആയപ്പോൾ ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടിയത് നമ്മൾ ലൈവായിട്ട് കാണുകയുണ്ടായി. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ നമ്മൾ കണ്ടിട്ട് പ്രൈവറ്റ് ബസ്സിനെയും ചേർത്ത് നിർത്തിയാണ്ട്, അതായത് എല്ലാ നിയമങ്ങളും വന്നോട്ടെ, പക്ഷേ നിയമങ്ങൾ വരുമ്പോൾ എല്ലാത്തിനെയും ഒരു വിഭാഗത്ത് മാത്രമാക്കാതെ എല്ലാ വിഭാഗത്തിനെയും എല്ലാവർക്കും ഒരുപോലത്തെ നിയമം സാർ കൊണ്ടുപോകാൻ ശ്രമിക്കുക.